പതിനായിരക്കണക്കിന് വരുന്ന പെൺകുട്ടികൾ ഓരോ സെറ്റിലും വരുന്ന സന്ദർഭത്തിൽ അവരുടെ സേഫ്റ്റി, മറ്റു തരത്തിലുള്ള സുരക്ഷിതത്വം, പ്രാഥമിക സൗകര്യങ്ങൾ ചെയ്യാനുള്ള അവരുടെ അവകാശം ലഭിക്കാനുള്ള അവകാശം ഇതെല്ലാം അവർക്ക് ലഭിക്കണം. അപ്പോൾ ഇതെല്ലാം ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് ഗവൺമെൻറ് കൊടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തെറ്റുകാരാരായാലും തെറ്റ് ചെയ്തവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി മുഖം നോക്കാതെ എടുക്കണം. അതാരായാലും, അത് എ ഓർ ബി ആരായാലും, അത് മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെയാണ് എനിക്ക് വീണ്ടും ആവർത്തിക്കാനുള്ളത്. ആരായാലും ഈ SITയുടെ മുൻപിൽ വന്ന് അവരുടെ വിചാരണ നേരിടേണ്ടി വരും. SITയുടെ മുൻപിൽ അധികാര സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടവരാണെങ്കിൽ അത് മാറി നിന്നിട്ടുണ്ടല്ലോ. ഒരു ജനപ്രതിനിധിക്കെതിരെയല്ലേ ആരോപണം? ഏത് ജനപ്രതിനിധിയായാലും ആരായാലും ആരോപണ വിധേയനായി കഴിഞ്ഞാൽ ആ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ടീം വന്നതോടുകൂടി തന്നെ നമ്മുടെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ ഇൻവെസ്റ്റിഗേഷൻ ടീം ജനപ്രതിനിധിയല്ല, മന്ത്രിയല്ല, ഗവർണറല്ല, വേറെ അതിലും മുകളിൽ ആരെങ്കിലും ആയാലും അവർ ഇവരോട് ഉത്തരം പറയാൻ ബാധ്യസ്ഥമാണ്. ഈ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മുൻപിൽ വന്ന് അവരുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥമാണ്. അവര് തെളിയിക്കണം. സ്വാഭാവികമായി ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അവരുടെ ഉത്തരവാദിത്വം വളരെ കൂടുതലാണ്. അപ്പോൾ അവർ സ്വാഭാവികമായി അന്വേഷണം തീരുന്നവരേക്കും ഭരണവും അഡ്മിനിസ്ട്രേറ്റീവ് സൈഡും മറ്റു തരത്തിലുള്ള ജനപ്രതിനിധി എന്നുള്ളത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ ഇരിക്കുന്നവർക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ, ആ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒന്നാണെന്നുള്ളത് കൊണ്ട് അവർ സ്വയം തീരുമാനിക്കുകയാണ്. അതിനെ സംബന്ധിച്ച് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവര് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വരുന്നതിന് മുൻപാണ് മറ്റേ രണ്ട് സംഭവങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ നമ്മുടെ മുൻപിൽ അറ്റ് പ്രസന്റ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ വരുന്ന എല്ലാ പരാതികളും നിങ്ങൾ അന്വേഷിക്കണം, അവരെ കുറിച്ച് അന്വേഷിക്കണം. ആ പരാതി ഗൗരവപൂർവം അത് കയ്യിൽ വാങ്ങണം, സ്വീകരിക്കണം. ഇല്ലെങ്കിൽ അങ്ങോട്ട് പോയിട്ട് നിങ്ങൾ പരിശോധിക്കണം, എന്നിട്ട് റിപ്പോർട്ട് സമർപ്പിക്കണം. ഒരാളെയും, ഒരു കുറ്റവാളിയെയും, ഒരു ആരോപണത്തിന് വിധേയനായ ഒരു വ്യക്തിയെയും സംരക്ഷിക്കുക എന്നത് അല്ല ഗവൺമെൻറ് നയം. മറിച്ച് ഇങ്ങനെ കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കും. കാത്തിരിക്കൂ, നിങ്ങൾ ധൃതി കാണിക്കരുത്, നിങ്ങൾ കാത്തിരിക്കൂ. ഇത്തരത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ നിയമത്തിന്റെ മുൻപിൽ അയാൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതാണ് ഗവൺമെന്റ് അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് ഇവർ രാജിവെക്കണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ടോ? ഞങ്ങൾ ഇന്ന് വരെയും പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് എന്താ പറഞ്ഞത്? ഞങ്ങൾ അന്നും ഇന്നും ഞങ്ങൾക്ക് ഒരേ ഒരു കാര്യമാണ്. ആദ്യ ദിവസം മുതൽ അത് സിദ്ദിഖിനെ ആരെക്കുറിച്ച് വന്നവരായാലും ഞങ്ങളുടെ ഒരേ ഒരു കാര്യം, ഇത്തരത്തിൽ ആരോപണ വിധേയരായവരെ സംബന്ധിച്ച് നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം, അന്വേഷിക്കണം. കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്, അല്ലേ? അങ്ങനെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇപ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്നത് തന്നെ. അതെന്നോട് നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ട. ഞാൻ ഇതിനു മുൻപ് രഞ്ജിത്തിന്റെ കാര്യത്തിലായാലും ഞങ്ങളുടെ സംഘടന പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയോ? അന്നും പറഞ്ഞത് കുറ്റാരോപിതനായപ്പെട്ടവരെ കുറിച്ച് അന്വേഷിക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് കുറ്റാരോപിതരായിട്ടുള്ളവരെ സംബന്ധിച്ച് ഇനി ഒരുപാട് ആളുകളെ സംബന്ധിച്ച് ചിലപ്പോൾ വന്നേക്കും. അതുകൊണ്ട് ഓരോരുത്തരും വരുമ്പം ഓരോരുത്തരെ കുറിച്ചല്ല, മറിച്ച് ജനറലായിട്ട് പറയാണ്, ഇതുപോലത്തെ ഇന്ത്യ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഇത്തരത്തിലുള്ള എക്സ്പെർട്ടായിട്ടുള്ള പ്രഗത്ഭരായ ഒരു പോലീസ് ഓഫീസേഴ്സ് ടീം, അതിൽ പ്രത്യേകിച്ചും നമ്മുടെ പൂങ്കുഴലി IPS, അജിത ബീഗം IPS, മെറിൻ ജോസഫ് IPS, ഇവരെ പോലുള്ള നല്ല നല്ല കഴിവുള്ള വനിതാ IPS ഓഫീസേഴ്സ് ഉൾപ്പെടെയുള്ള 4 വനിതകൾ ഉൾപ്പെടെയുള്ള ഒരു ടീം അന്വേഷിക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ട് പിറ്റേ ദിവസം തന്നെ കാര്യങ്ങൾ നമ്മൾ കണ്ടു. അവരുടെ ഇച്ഛാശക്തി, ആ പോലീസ് ടീമിൻ്റെ കഴിവ് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. നമ്മളിങ്ങനെ എടുത്തു ചാടി കാള പറ്റൂന്ന് കേൾക്കുമ്പം കയറെടുക്കുകയല്ല വേണ്ടത്, മറിച്ച് ഞങ്ങൾ ഗവൺമെൻറ്റിൽ വിശ്വാസം അർപ്പിക്കുന്നു. ഗവൺമെൻറ് ഇത്തരത്തിലൊരു ടീമിനെ SITയെ നിശ്ചയിച്ചത് ഈ കേരളത്തിലെ പെൺകുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. പെൺകുട്ടികളെ സംരക്ഷിക്കും, അവരുടെ
വർക്കിംഗ് പ്ലേസ് വളരെ സുരക്ഷിതത്വമുള്ളതാക്കി മാറ്റിയെടുക്കുന്നതിന് കഴിയും. ഞങ്ങൾ WCCയോടൊപ്പമാണ്, ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികളോടൊപ്പമാണ്. അതിന് കേരളത്തിൽ നടക്കാതിരിക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള ഒരു വലിയ മുന്നേറ്റം ഇതോടുകൂടി ഈ കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.